തിരുവനന്തപുരം വർക്കലയിൽ പുതുവർഷ രാത്രിയിൽ യുവതികൾക്ക് നേരെ നടന്ന അതിക്രമത്തിൽ കേസ്. പ്രതി കൊല്ലം ഇരവിപുരം സ്വദേശി അഖിലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായിട്ട്. അനന്തൻ, എവിടെ വെച്ചായിരുന്നു അതിക്രമം ഉണ്ടായത്? ഇയാൾ ഒറ്റയ്ക്കായിരുന്നോ? എന്താണ് പോലീസ് നൽകുന്ന വിവരം? ദിവിഷ്, പുതുവത്സര ആഘോഷത്തിനിടയിൽ വർക്കലയിൽ വെച്ച് യുവതികളെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. കൊല്ലം ഇരവിപുരം സ്വദേശി അഖിലിനെയാണ് വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പുതുവത്സര ദിനത്തിൽ യുവതികൾക്കെതിരെ ആക്രമണം നടത്തിയ ഈ പ്രതി അന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തതാണ്. പിന്നീട് പെറ്റി കേസ് എടുത്ത് വിട്ടയക്കുകയായിരുന്നു. ഇത് വിവാദമാവുകയും ചെയ്തു. തുടർന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ ഇന്നലെ വർക്കല പോലീസിന്റെ ഈ കൃത്യവിലോപത്തിനെതിരെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് റൂറൽ SP അടക്കം ഇടപെട്ട ശേഷമാണ് പോലീസ് ഈ കേസ് ശക്തമായ നടപടികളിലേക്ക് പോയത്. അതിനുശേഷമാണ് പ്രതിയെ പിടികൂടിയത്. പുതുവത്സരാഘോഷത്തിന് ബംഗളൂരുവിൽ നിന്ന് എത്തിയ 3 യുവതികളാണ് അക്രമത്തിന് ഇരയായത്. ഇവർ പുതുവത്സരാഘോഷത്തിന് ശേഷം ഓൺലൈനായി വർക്കലയിൽ ബുക്ക് ചെയ്തിരുന്ന ഡോർമെട്രിയിൽ ആണ് താമസിച്ചിരുന്നത്. മദ്യപിച്ച് ബോധരഹിതനായി ഈ ഡോർമെട്രിയിലേക്ക് അതിക്രമിച്ച് കടന്ന പ്രതി ഈ യുവതികൾക്ക് നേരെ ലൈംഗികാതിക്രമം കാട്ടുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടികൾ ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് ആ ഡോർമെട്രിയുടെ ഉടമകൾ ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പക്ഷേ ഈ യുവതികൾ അവർക്ക് പരാതിയില്ല എന്ന് പറയുകയായിരുന്നു. കാരണം വാർത്തയൊക്കെ വന്നാൽ അവർക്ക് ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞ് പരാതിയിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയി. ആ പരാതിയില്ല എന്നുള്ള കാരണം പറഞ്ഞാണ് പോലീസ് ഇയാളെ അന്ന് വെറുതെ വിട്ടത്. പക്ഷേ യുവതികൾക്കെതിരെ ലൈംഗികാതിക്രമം ഉണ്ടായാൽ പോലീസ് തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിക്കെതിരെ ജാമ്യമില്ലാ കുറ്റമടക്കം ചുമത്തി റിമാൻഡ് ചെയ്യേണ്ടതാണ്. ആ നടപടി വർക്കല പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതാണ് വിമർശന വിധേയമാവുകയും പിന്നീട് ഉന്നതതലങ്ങളിൽ നിന്ന് ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തത്. ഇപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരി, വിവരങ്ങൾ പങ്കുവച്ചത്.